ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് നമുക്ക് ചിക്കൻ മഞ്ചൂരിയൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ അത് ചിക്കൻ മഞ്ചൂരിയൻ അല്ലെങ്കിൽ ചില്ലി ചിക്കനായിട്ടും ഇത് യൂസ് ചെയ്യാം. ചില്ലി ചിക്കനും ചിക്കൻ മഞ്ചൂരിയനും കാര്യമായിട്ട് വലിയ ഒരു ഡിഫറൻസ് ഒന്നുമില്ല. ഇത് രണ്ടായാലും ഒരേ ടേസ്റ്റ് ഒക്കെ തന്നെയാണ്. നമുക്ക് കണ്ടു നോക്കാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനൊന്നും മറക്കണ്ട കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1/2 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ബോൺലെസ് ചിക്കനാണ്. അപ്പോൾ ഇത് എല്ലോട് കൂടിയിട്ടുള്ള ചിക്കൻ വെച്ചിട്ടും ഇത് ഉണ്ടാക്കാം. ബോൺലെസ് ചിക്കൻ തന്നെ വേണമെന്നില്ല കേട്ടോ. അപ്പോൾ എല്ലായിടത്തുനിന്നും ബോൺലെസ് ചിക്കൻ കിട്ടിക്കൊള്ളണമെന്നില്ല. ഇനി ഇത് ഇങ്ങനെ സ്ലൈസ് ചെയ്തെടുക്കുക, ചെറിയ ചെറിയ ക്യൂബ്സ് ആക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ചിക്കൻ എപ്പോഴും നന്നായിട്ട് കഴുകിയതിൻ്റെ ശേഷം ഇങ്ങനെ ഒരു അരിപ്പയിൽ ഇട്ട് വയ്ക്കുക. ആ വെള്ളം മുഴുവൻ വാർന്നതിൻ്റെ ശേഷം മാത്രം കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ അങ്ങനെ കട്ട് ചെയ്തെടുത്തതാണത്. ഇനി ഇതിലേക്കുള്ള മാരിനേഷൻ റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് 2 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത്. പിന്നെ 1.25 ടീസ്പൂൺ ഉപ്പ് നോക്കിയിട്ട് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം കേട്ടോ. പിന്നെ വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടിയും ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് കോൺഫ്ലോറാണ്. കോൺഫ്ലോർ 3.5 ടേബിൾ സ്പൂൺ കോൺഫ്ലോറാണ് കേട്ടോ. ടീസ്പൂണല്ല, ടേബിൾ സ്പൂൺ കോൺഫ്ലോറാണ് ചേർക്കുന്നത്. 3.5 വലിയ സ്പൂൺ. പിന്നെ വേണ്ടത് മൈദയാണ്. മൈദ 2.5 ടേബിൾ സ്പൂണാണ് മൈദ എടുക്കുന്നത്. കോൺഫ്ലോറിനേക്കാൾ കുറച്ച് കുറവായിട്ടാണ് മൈദ എടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് ചേർക്കേണ്ടത് ഓയിലാണ്. ഞാനിപ്പോൾ റിഫൈൻഡ് ഓയിലാണ് ചേർത്തിരിക്കുന്നത്. 1 ടേബിൾ സ്പൂൺ റിഫൈൻഡ് ഓയിലാണ് ചേർത്തിരിക്കുന്നത്, വെജിറ്റബിൾ ഓയിൽ. പിന്നെ വേണ്ടത് ഒരു മുട്ടയാണ്. ഇപ്പോൾ നിങ്ങളിത് നല്ല ഡ്രൈ ആയിട്ടാണ് അത് ഉണ്ടാക്കുന്നതെങ്കിൽ ഈ മുട്ട ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ കുറച്ച് സോസി ആയിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. അങ്ങനെയാവുമ്പോൾ അതിലേക്ക് ഒരു മുട്ടയും കൂടി ചേർത്താലാണ് നന്നാവുക. ഇനി ഇതിലേക്ക് കുറച്ച് ചെറുനാരങ്ങ നീര് കൂടി ചേർക്കുക. ഒരു ചെറുനാരങ്ങയുടെ പകുതി എടുത്തിട്ട് അതിൻ്റെ ജ്യൂസ് ചേർത്താൽ മതി കേട്ടോ. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വെക്കുക കേട്ടോ. മിക്സ് ചെയ്തിട്ട് ഒരു അരമണിക്കൂറെങ്കിലും മിനിമം വെക്കണം. മാക്സിമം ഒരു 40 മിനിറ്റൊക്കെ വെച്ചാൽ മതി. കൂടുതൽ വെച്ചാലും ഒരു പ്രശ്നവുമില്ല. പിന്നെ ഉപ്പ് വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം കേട്ടോ. പിന്നെ ഒരു പ്രധാന പോയിൻ്റ്, നമ്മൾ ഈ ചിക്കൻ കട്ട് ചെയ്ത് വെച്ചിട്ട് ഒരു അരിപ്പയിൽ വെക്കുക. ആ വെള്ളം മുഴുവൻ തിന്ന് കംപ്ലീറ്റ് പോയതിൻ്റെ ശേഷം മാത്രമാണ് മാരിനേറ്റ് ചെയ്ത് വെക്കാവൂ കേട്ടോ. ചിക്കനിൽ വെള്ളം ഉണ്ടാവാൻ പാടില്ല. അങ്ങനെയാകുമ്പോൾ വല്ലാതെ ലൂസായി പോവും. ഞാനിപ്പോൾ ഇതൊരു 40 മിനിറ്റാണ് കേട്ടോ അത് വെച്ചിരുന്നത്. ഇനി ഇത് വറുത്തെടുക്കാം. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായതിൻ്റെ ശേഷം അത് മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റുക. എന്നിട്ട് ഓരോന്നായിട്ട് ഇടുക. അങ്ങനെ വല്ലാതെ കുത്തി നിറച്ച് ഇടാതിരിക്കുക. ഞാനിപ്പോൾ ഇത് 2 പ്രാവശ്യമായിട്ടാണ് വറുത്തെടുക്കുന്നത്. കുറേ എണ്ണയുടെയൊന്നും ആവശ്യമില്ല വറുത്തെടുക്കാൻ. കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് വറുത്തെടുത്താൽ മതി. പിന്നെ അത് വറുത്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് വറുക്കാവൂ. അതായത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ചിക്കൻ അതിലേക്ക് ഇടുക. എന്നിട്ട് മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റുക. എന്നാലാണ് ശരിക്കും കുക്കായി കിട്ടുള്ളൂ. പിന്നെ നന്നായിട്ട് ക്രിസ്പിയായി കിട്ടുള്ളൂ. ലോ ഫ്ലെയിമിലും ഹൈ ഫ്ലെയിമിലും വെച്ചിട്ട് വറുത്തെടുക്കരുത് കേട്ടോ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പോൾ ഇതാ പാകമായിട്ടുണ്ട്. ഇതേപോലെ നല്ലൊരു ഗോൾഡൻ ഷെയ്ഡ് വരും, ഗോൾഡൻ ബ്രൗൺ കളർ വരും. ഇനി രണ്ടാമത്തെയും ഇതുപോലെ ഇട്ടിട്ട് നന്നായിട്ട് വറുത്ത് കോരിയെടുക്കുക. ഇപ്പോൾ ചിക്കൻ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെക്കുന്ന ആ സമയം കൊണ്ട് നമുക്ക് ഈ വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്ത് വെക്കാം. അപ്പോൾ നമ്മുടെ സമയമൊന്നും വേസ്റ്റ് ആവില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു വലിയ സവാള ഇങ്ങനെ ക്യൂബ്സ് ആക്കിയിട്ട് കട്ട് ചെയ്തിട്ട് അതിങ്ങനെ അടർത്തിയെടുത്തതാണ് കേട്ടോ അത്. പിന്നെ അതുപോലെ തന്നെ ഒരു ക്യാപ്സിക്കം അരിഞ്ഞതാണത്. ക്യാപ്സിക്കത്തിൻ്റെ അളവ് നിങ്ങൾക്ക് കൂട്ടിയോ കുറച്ചൊക്കെ എടുക്കാം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ പച്ചമുളക് ഒരു 5-6 പച്ചമുളക് ചെറുതായി അരിഞ്ഞെടുക്കുന്നതായിരിക്കും പച്ചമുളക് നല്ലത്. അപ്പോൾ അത് എൻ്റെ എരിവൊക്കെ കുറച്ചും കൂടി പിടിക്കും. എരിവ് അധികം വേണ്ടെങ്കിൽ ഇങ്ങനെ വലുതായിട്ട് അരിഞ്ഞെടുത്താൽ മതി. ഒരു 5-6 എടുക്കാം. പിന്നെ ഒരു 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി അരിഞ്ഞതാണ് എടുത്തിരിക്കുന്നത്. പിന്നെ 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞതാണ്. 2 ടേബിൾ സ്പൂൺ പറഞ്ഞാൽ ഒരു 10 അല്ലി വെളുത്തുള്ളി ഉണ്ടായിരിക്കും. അത് നന്നായിട്ട് നല്ല നൈസായിട്ട് ഇതെല്ലാം അരിഞ്ഞെടുക്കണം കേട്ടോ, ഇഞ്ചിയും വെളുത്തുള്ളി. പിന്നെ വേണ്ടത് സ്പ്രിംഗ് അനിയൻ ആണ്. ഇതേപോലെ ഇതിൻ്റെ വൈറ്റ് പോർഷൻ വേറെ കട്ട് ചെയ്യുക. പിന്നെ അതിൻ്റെ ഗ്രീൻ പോർഷൻ വേറെ കട്ട് ചെയ്യുക കേട്ടോ. ഇതാണ് അതിൻ്റെ വൈറ്റ് ഭാഗം. ഇത് ഞാൻ വേറെ കട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ലീഫി ആയിട്ടുള്ള ഭാഗമല്ലേ, അത് വേറെ പിന്നെ അരിഞ്ഞു വയ്ക്കുക. അപ്പോൾ എത്ര വേണ്ടു. ഇത് ചെറിയ 2 തണ്ടാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് മുഴുവനായിട്ട് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു.
ഇനി നമ്മൾ ആ ചിക്കൻ വറുത്ത് വെച്ച എണ്ണ ഇല്ലേ, ആ എണ്ണ ബാക്കിയുള്ളത് ഇതിലേക്ക് ഒഴിച്ചാൽ മതി. അതിൽ തന്നെ ഉണ്ടാക്കിയാൽ മതി, എണ്ണ വേസ്റ്റ് ആവുകയൊന്നും ചെയ്യില്ല. ഇനി ഇതിലേക്കുള്ള സ്ലറി ഉണ്ടാക്കണം. അതായത് നമ്മൾ കുറച്ച് കോൺഫ്ലോർ എടുത്തിട്ട് ഗ്രേവിക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കില്ലേ, അത് ഉണ്ടാക്കി വയ്ക്കണം. അതിന് വേണ്ടിയിട്ട് 3.5 ടീസ്പൂൺ കോൺഫ്ലോർ എടുത്തിരിക്കുകയാണ്. ടേബിൾ സ്പൂൺ അല്ല കേട്ടോ, ടീസ്പൂണാണ്. 3.5 ടീസ്പൂൺ അതെടുത്തിട്ട് അതിലേക്കൊരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക. അപ്പോൾ അത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ചെറിയൊരു ബൗളാവുക കാരണം ഞാൻ വേറൊരു ബൗളിലോട്ട് മാറ്റിയതാണ് കേട്ടോ. ഇതിലേക്ക് 1 കപ്പ് വെള്ളം കൂടി ഒഴിക്കുക. എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്, ഇതിൻ്റെ കംപ്ലീറ്റ് കുക്കിംഗ് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്യില്ല. കാരണം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇതിലത്തെ ആ വെജിറ്റബിൾസൊക്കെ സോഫ്റ്റായി മാറും. വെജിറ്റബിൾസ് സോഫ്റ്റ് ആവാൻ പാടില്ല, നല്ല ക്രഞ്ചി ആയിട്ടിരിക്കണം. അപ്പോൾ നല്ല എണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ആ സ്പ്രിംഗ് അനിയൻ്റെ വൈറ്റ് പോർഷൻ ചേർക്കുക. പിന്നെ ആ ഗാർലിക്കും ചേർക്കുക കേട്ടോ, വെളുത്തുള്ളി അരിഞ്ഞതില്ലേ അതും ചേർക്കുക. ഇതെല്ലാം ഇപ്പോൾ ഞാൻ ഹൈ ഫ്ലെയിമിലാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. പിന്നെ ഇഞ്ചി ചേർക്കുക, പച്ചമുളക് ചേർക്കുക. അതൊരു 1 മിനിറ്റ് ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റുക, ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വഴറ്റുക. അതിന് ശേഷം ആ വെജിറ്റബിൾസ് ചേർക്കുക കേട്ടോ. 1 മിനിറ്റ് കഴിഞ്ഞ് വെജിറ്റബിൾസ് ചേർക്കാം. 1 മിനിറ്റ് നന്നായിട്ട് ഇങ്ങനെ വഴറ്റുമ്പോൾ ആ വെളുത്തുള്ളിയുടെ ഫ്ലേവറൊക്കെ എണ്ണയിലേക്ക് നന്നായിട്ട് ഇറങ്ങി വരും, നല്ലൊരു ടേസ്റ്റ് കിട്ടും. അപ്പോൾ 1 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലേക്ക് പച്ചമുളകും പിന്നെ ബാക്കിയുള്ള വെജിറ്റബിൾസൊക്കെ ചേർത്തിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് വഴറ്റുക. 1 മിനിറ്റ് ഒന്ന് വഴറ്റിയാൽ മതി, കൂടുതൽ നേരം ഒന്നും വഴറ്റേണ്ട. 1-2 മിനിറ്റ് കേട്ടോ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്യുക. ഇത് വേഗം വേഗം ചെയ്യണം. അത് കാരണം ഇത് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ആദ്യം ആ സോസൊക്കെ റെഡിയാക്കി വെക്കണം. അങ്ങനെയാകുമ്പോൾ ഇത് പെട്ടെന്ന് സോസൊക്കെ ഇതിലേക്ക് ഒഴിക്കാൻ എളുപ്പമാണ് കേട്ടോ. അപ്പോൾ ആദ്യമേ സോസൊക്കെ റെഡിയാക്കി വെക്കുകയാണ് എപ്പോഴും നല്ലത്. ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, ഞാൻ ഓരോന്നായിട്ട് ഒഴിക്കുമ്പോൾ പറയാം കേട്ടോ. ഇനി ഇതിലേക്കുള്ള സോസൊക്കെ ചേർക്കാം. 2.5 ടീസ്പൂൺ റെഡ് ചില്ലി സോസാണ് ചേർക്കുന്നത് കേട്ടോ, 2.5 ടീസ്പൂണാണ്. പിന്നെ അതുപോലെ തന്നെ ഇതിലേക്ക് പിന്നെ സോയാ സോസാണ് ചേർക്കുന്നത്. 2 ടേബിൾ സ്പൂൺ സോയാ സോസാണ് ചേർക്കുന്നത്, ടീസ്പൂണല്ല ടേബിൾ സ്പൂൺ കേട്ടോ. അപ്പോൾ 2 ടേബിൾ സ്പൂണാണ് ചേർത്തത്. ചില്ലി സോസ് നമ്മൾ അതിൽ കുറച്ച് കുറവായിട്ടാണ് ചേർത്തിരിക്കുന്നത്. പിന്നെ വേണ്ടത് 1.25 ടീസ്പൂൺ വിനീഗറാണ് ചേർക്കുന്നത്. വിനീഗർ നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ ടേസ്റ്റ് നോക്കിയിട്ട് ചേർക്കാം. ഞാനിപ്പോൾ 1.25 ടീസ്പൂൺ ചേർത്ത് കറക്റ്റായിരുന്നു. പിന്നെ വേണ്ടത് കെച്ചപ്പാണ്, ടൊമാറ്റോ കെച്ചപ്പ്. അതൊരു 2 ടേബിൾ സ്പൂൺ കേട്ടോ, അല്ലെങ്കിൽ ടൊമാറ്റോ സോസ് ആയാലും മതി. 2 ടേബിൾ സ്പൂണാണ് ചേർത്തത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ സ്ലറി ഉണ്ടാക്കി വെച്ചില്ലേ, അത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട്, അതായത് കോൺഫ്ലോർ കലക്കി വെച്ചത് അത് ഇതിലേക്ക് ഒഴിക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കുമ്പോൾ ഇതിലേക്ക് ചിക്കൻ പീസസ് നമ്മൾ വറുത്തത് ഇതിലേക്ക് ചേർത്താൽ മതി. അപ്പോൾ അത് നന്നായിട്ട് തിള വരാൻ തുടങ്ങിയിരിക്കുന്നു. ഇത് നന്നായിട്ട് തിള വരുമ്പോൾ ഇതിലേക്ക് ഒരു 3/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് തിള വന്നിരിക്കുന്നു. ഇനി ഇതിലേക്ക് ചിക്കൻ ചേർക്കുകയാണ് കേട്ടോ. ഇനി ഇതിലേക്ക് സ്പ്രിംഗ് അനിയൻ അരിഞ്ഞതും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. 1 ടേബിൾ സ്പൂൺ സ്പ്രിംഗ് അനിയൻ മാറ്റി വയ്ക്കണം കേട്ടോ, അവസാനം ഇതിൻ്റെ മീതെ വിതറാൻ വേണ്ടിയിട്ട്. ബാക്കിയുള്ളതൊക്കെ ഇതിൽ ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ ഇൻഗ്രീഡിയൻസും ഇതിൽ ചേർത്തു. അപ്പോൾ നന്നായിട്ട് തിള വരുമ്പോൾ അത് ഫ്ലെയിം ഓഫ് ചെയ്യുക. എപ്പോഴും ഇത് സെർവ് ചെയ്യേണ്ട ആ സമയത്ത് ഇത് എന്താ പറയുക, ഈ ചിക്കൻ വറുത്തത് ഇതിലേക്ക് മിക്സ് ചെയ്യുകയായിരിക്കും എപ്പോഴും നല്ലത്, അല്ലെങ്കിൽ വല്ലാതെ ഇങ്ങനെ സോഫ്റ്റായി പോവും. ഇനി അവസാനം കുറച്ചും കൂടി സ്പ്രിംഗ് അനിയൻ വിതറിയിട്ടുണ്ട്. പിന്നെ കുറച്ച് മല്ലിയില കൂടി ഇതിൻ്റെ മീതെ വിതറട്ടെ, അപ്പോൾ നല്ല ടേസ്റ്റാണ്. കുറച്ചൊരു 2 ടേബിൾ സ്പൂൺ മല്ലിയില കൂടി അരിഞ്ഞിട്ട് അതിൻ്റെ മീതെ വിതറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലൊരു ഇന്ത്യൻ ഒരു ടേസ്റ്റും കൂടി നമുക്ക് കിട്ടും. മല്ലിയില നിർബന്ധമില്ല കേട്ടോ, മല്ലിയില ഓപ്ഷനിലാണ്. നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ മാത്രം ചേർത്താൽ മതി. പിന്നെ ഞാൻ ചേർത്തത് ഡാർക്ക് സോയാ സോസാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വളരെ ലൈറ്റ് സോയാ സോസൊക്കെ ആണെങ്കിൽ ടേസ്റ്റ് കുറവുണ്ടെങ്കിൽ കുറച്ചും കൂടിയും ചേർത്ത് കൊടുക്കാവുന്നതാണ്. 1 ടീസ്പൂണൊക്കെ കൂടുതൽ ചേർക്കാം, 1-2 ടീസ്പൂൺ. അവസാനം കുറച്ച് എള്ള് ഞാനിതിൻ്റെ മീതെ വിതറിയിട്ടുണ്ട്. വെളുത്ത എള്ളില്ലേ, അത് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ കുറച്ച് വിതറാം. നിങ്ങൾക്ക് ഹോട്ടലിലൊക്കെ കണ്ടിട്ടില്ലേ അതുപോലെ. അപ്പോൾ നമുക്കിനി വേറെ ഈസി റെസിപ്പിയായി വീണ്ടും കാണാം. താങ്ക്